നമസ്കാരം. എല്ലാ തിരക്കിൽ നിന്നും മാറി സമാധാനമായിട്ട് 2 ദിവസം അടിച്ചു പൊളിക്കണമെങ്കിൽ ദേ നേരെ ഇങ്ങോട്ടേക്ക് പോരെ. മലയും കോടമഞ്ഞും മഴയും സ്വിമ്മിംഗ് പൂളും പുഴയും എല്ലാം ആയിട്ട് ഒരു മാരക വൈബാണ് കേട്ടോ ഇവിടെ. ശരിക്കും അടിപൊളി ആംബിയൻസ് ആണ്. ഇവിടുത്തെ കാര്യങ്ങളും കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ പുതിയ വീഡിയോയിൽ. കോഴിക്കോട് ടൗണിൽ നിന്ന് 47 കിലോമീറ്ററോളം മാറിയിട്ടുള്ള ആനക്കാംപോയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ വണ്ടർ മിസ്റ്റ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു റിസോർട്ടാണ് കേട്ടോ. ശരിക്കും ഫാമിലി ആയിട്ടും കൂട്ടുകാരുടെ കൂടെയൊക്കെ കുറച്ച് പ്രൈവറ്റ് ആയിട്ട് നിൽക്കാൻ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഈ റിസോർട്ട് നമുക്ക് തരിക. കയറി വരുമ്പം തന്നെ കാണുന്നത് റിസോർട്ടിൻ്റെ ഒരു ഭാഗം കോടമഞ്ഞിൽ മൂടി നിൽക്കുന്നതാണ്. ശരിക്കും പ്രൈവറ്റായിട്ട് യാതൊരു ശല്യമൊന്നുമില്ലാതെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ് കേട്ടോ. ആനക്കാംപോയി ടൗണിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ടാക്കി കഴിക്കാം, അല്ലെങ്കിൽ ഇവർ മേടിച്ചുകൊണ്ട് തരും, അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പോയും കഴിക്കാം. ഈ ചെറിയ വഴി നേരെ നമ്മൾ എത്തിക്കുന്നത് വിശാലമായ പാർക്കിങ്ങിലേക്കാണ്. ഇവിടെ നമുക്ക് ബസ്സോ കാറോ ബൈക്കോ എന്ത് വേണമെങ്കിലും പാർക്ക് ചെയ്യാം, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അത്ര വലിയ സെറ്റപ്പൊന്നും അല്ലെങ്കിലും കുറച്ച് ഊഞ്ഞാലുകളും സീസോയൊക്കെ ആയിട്ട് ഒരു ചെറിയ പാർക്കും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളെ നമുക്ക് അവരുടേതായ ലോകത്ത്, അതും സേഫാണ്, റോഡിൽ നിന്ന് നല്ല മാറിയിട്ടാണ്, ഒന്നും പേടിക്കാതെ തന്നെ കുട്ടികളെ നമുക്കിവിടെ കളിക്കാൻ വിടാം. അവരവിടെ എൻഗേജ് ആയിക്കോളൂ. ഞാൻ ആദ്യം കണ്ട 2 ഫോട്ടോസ് ഈ കോട്ടേജിൻ്റെ ആയിരുന്നു കേട്ടോ. ശരിക്കും കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെയാണ് നേരിട്ട് വരുമ്പോഴും ഇവിടുത്തെ ഒരു ആംബിയൻസ്. നമ്മൾ ചെറിയ 2 എണ്ണത്തിനകത്തേക്കും സെപ്പറേറ്റ് എൻട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 എണ്ണം അത്യാവശ്യം ദൂരമുണ്ട്. ചെന്ന് കയറി ബാൽക്കണിയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ഈ ഒരു വ്യൂ ആണ്. മഴയെല്ലാം സമയമാണെങ്കിൽ നല്ല കോടമഞ്ഞെല്ലാം കയറി ശരിക്കും അടിപൊളി വ്യൂ ആണ്. തൊട്ട് താഴെ തന്നെ പുഴയുണ്ട്. ഇരവഴിഞ്ഞപ്പോഴും ഒടുക്കുന്നത് ഈ ഒരു കോട്ടേജിൻ്റെ തൊട്ട് താഴെ കൂടെയാണ്. അപ്പം അതെല്ലാം കണ്ടുകൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് ചായ എല്ലാം കുടിച്ച് ബാൽക്കണിയിലിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ശരിക്കും വൈബാണ് കേട്ടോ. ഈ ഒരു സ്വിമ്മിംഗ് പൂൾ കണ്ടില്ലേ, ഈ പൂളും ഇരവഴിഞ്ഞപ്പുഴയും അടുത്തടുത്താണ്. അപ്പോൾ മഴയെല്ലാം കഴിഞ്ഞ സമയമാണെങ്കിൽ മലയിൽ മൊത്തം കോടമഞ്ഞായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു വ്യൂ മാത്രം മതി, ഇവിടെ ഇരുന്ന് കാണുന്ന ഈ ഒരു വ്യൂ മാത്രം മതി നമ്മൾ കൊടുത്ത പൈസ മുതലാവാൻ വേണ്ടിയിട്ട്. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. നല്ല മഴയുള്ള സമയത്തായിരുന്നു ഞാൻ വന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും തന്നെ കോടമഞ്ഞുണ്ടായിരുന്നു. ഈ വഴി നേരെ പോകുന്നത് നമ്മുടെ സ്വിമ്മിംഗ് പൂളിലേക്കും, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പുറത്ത് ഗ്രില്ല് ചെയ്യാനും ക്യാമ്പ് ഫയറിനൊക്കെ ആയിട്ട് ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതും ഈ ഒരു പുഴയോടും ഈ സ്വിമ്മിംഗ് പൂളിനോടൊക്കെ ചേർന്ന് തന്നെയാണ്. നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചിക്കനൊക്കെ ഇവിടുന്ന് ഗ്രില്ല് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ചെയ്യാൻ പറ്റും. അതും നമുക്ക് പ്രൈവസി ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുത്തെ പൂളാണ്. പൂളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ മലേൻ്റെ കോടമഞ്ഞിൻ്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് വരുന്നതുകൊണ്ടായിരിക്കും ഭയങ്കര രസമാണ്. നമുക്കിവിടെ ഫോട്ടോ എടുക്കാനാണെങ്കിലും ശരി, കുളിക്കാനാണെങ്കിലും ശരി, എല്ലാം കൊണ്ടും അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ വൃത്തിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട, വെള്ളം മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. കുട്ടികൾക്ക് കുളിക്കാനും മുതിർന്നവർക്കൊക്കെ ആയിട്ട് പ്രത്യേകം ആഴം കുറഞ്ഞതും കൂടിയതുമായിട്ടുള്ള ഏരിയയുണ്ട്. ധൈര്യമായിട്ട് ഇറങ്ങി കുളിക്കാം, ഒന്നും പേടിക്കാനില്ല കേട്ടോ. നമ്മുടെ കോട്ടേജിൻ്റെ ഉള്ളിലേക്ക് നോക്കുവാണെങ്കിൽ ഒരുപാട് ലക്ഷറീസ് ഒന്നും പറയാനില്ല. പക്ഷേ ഈ ഒരു പ്രദേശത്ത് നോർമലായിട്ട് നമുക്ക് കൊടുക്കുന്ന പൈസയ്ക്ക് മുതലാക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി ഉള്ള ഒരു സംഭവമാണ് കേട്ടോ. ഒരു സിംഗിൾ റൂമാണ്, ബാത്ത് അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ ചെറിയൊരു വാഷ് ഏരിയ ഉണ്ട്, അത്യാവശ്യം കബോർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രീമിയം, അങ്ങേയറ്റം പ്രീമിയം എന്നൊന്നും പറയാനില്ല, അത്യാവശ്യം വൃത്തിയുള്ളൊരു ബാത്റൂമാണ്, കുഴപ്പമില്ല. അതുപോലെ തന്നെ വാഷ് ബേസിൻ, ഒരു മീഡിയം സെറ്റപ്പ്. നമ്മൾ കൊടുക്കുന്ന ആ ഒരു പൈസയ്ക്കുള്ള കാര്യങ്ങളൊക്കെ അവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും വലുതെന്ന് പറയുന്നത് ഈ ഒരു റൂമിൻ്റെ ബാൽക്കണി എന്നുള്ളൊരു വ്യൂ ആണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് ഈ ഒരു ബാൽക്കണി കണ്ടില്ലേ, ഇവിടെ ഇരുന്നാൽ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിനറിയും, അങ്ങനെയുള്ളൊരു ഫീലാണ് കേട്ടോ. പ്രത്യേകിച്ച് മഴയൊക്കെ ഉള്ള സമയമാണെങ്കിൽ ഈ മലയും എല്ലാം കണ്ടുകൊണ്ട് ആ പുഴയുടെ ഒച്ചയൊക്കെ ആയിട്ട് അടിപൊളി ഒരു വൈബാണ് ഇവിടെ. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ നേരത്തെ വിളിച്ചിട്ട് ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കണം. അത് ഫുഡ് നമ്മൾ ഉണ്ടാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം കൂടി ഉണ്ടോ. കാരണം ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഫുഡ് ഉണ്ടാക്കാനും, അതുപോലെ തന്നെ ഫുഡ് പുറത്തുനിന്ന് എത്തിക്കാൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൗകര്യം പോലെ ചെയ്യാൻ പറ്റും. അതൊന്ന് കൺഫേം ചെയ്യണം. അപ്പോൾ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. ഈ കാണുന്ന നമ്പറിലൊന്ന് വിളിച്ച് ചോദിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, ഞാൻ വന്നു താമസിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് മാത്രം ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. അതുപോലെ തന്നെ ഇവിടെ തന്നെയാണ് നമ്മുടെ തുഷാരഗിരി, പതങ്കയം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ താമസിച്ചുകൊണ്ട് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ മനസ്സ് വെച്ചൊരു പ്ലാനിട്ട് വരുവാണെങ്കിൽ ഇവിടുത്തെ സ്റ്റേ ഒരിക്കലും നഷ്ടമാവില്ല കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആ നമ്പറിലൊന്ന് വിളിച്ച് ചോദിച്ചാൽ മാത്രം മതി. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു സ്ഥലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ ബൈ.